പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായ പകൽവേളയിൽ, ഈ അനുഗ്രഹീതമായ കർത്തൃദിവസത്തിൽ നമുക്കൊരുമിച്ച് ഈ ആരാധനാലയത്തിലായിരിക്കാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ നമുക്ക് ലഭ്യമായ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അത്യധികം സന്തോഷത്തോടുകൂടെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കാളിയാകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രഥമമായ കാര്യം, കർത്താവിൻ്റെ ദാസൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, പ്രിയ കുഞ്ഞുമോളമാമ്മ സാക്ഷ്യത്തിൽ കൂടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഈ കുടുംബവുമായി ഞങ്ങൾക്കുള്ള ആഴമായ സ്നേഹബന്ധമാണ്. നമ്മളിവിടെ കേട്ടതുപോലെ നൂറ്റാണ്ടിലുപരിയായിട്ടുള്ള ഒരാത്മീക ബന്ധം ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ കർത്താവ് നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സഭയിലെ വിശ്വാസികൾ എന്നുള്ള, അല്ലെങ്കിൽ പല കുടുംബങ്ങൾ ഒരു സഭയിലുണ്ട്. അതിലൊരു കുടുംബം എന്നുള്ള നിലയിലുള്ള ഒരു ബന്ധമായിരുന്നില്ല ഈ പ്രിയപ്പെട്ട കുടുംബവുമായി ഞങ്ങൾക്ക് പരസ്പരമുണ്ടായിരുന്നത്. അതിലൊക്കെ ഏറെ ആഴമായ സ്നേഹബന്ധം ആദിയോടന്തം സൂക്ഷിക്കത്തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ ജോസഫ് വർഗീസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്കൊരു അനുജനെ പോലെയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ, ശുശ്രൂഷിപ്പാൻ ഒക്കെയുള്ള അവസരം കർത്താവ് നൽകി തന്നു. അമേരിക്കയിലെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നായ ഈ ന്യൂയോർക്ക് പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷക്തനായി താനായിരിക്കുന്നു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയ കൊച്ചുമോൾ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെയുള്ള ആഴമായ ബന്ധമാണ് പ്രിയപ്പെട്ട കുഞ്ഞോളമാമ്മയെ ഇന്ന് കാണാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സാക്ഷ്യവാചകങ്ങൾ കേട്ടതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അയവിറക്കുവാൻ കഴിയുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഇതൊരു ആരാധന മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വാത്സല്യ സൈമൺ ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ മുമ്പ് കാണുവാനും പരിചയപ്പെടുവാനും അവസരമുണ്ടായിട്ടുണ്ട്. കർത്താവിൽ അനുഗ്രഹീതനായ പ്രിയ ബാബു ബ്രദർ എനിക്ക് പ്രിയനാണ്. ഞാനിവിടെ വന്നിരുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ വളരെ എനിക്ക് അത്ഭുതം തോന്നി. എന്നാ വന്നത് എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. സമീപ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കറ്റാനത്ത് ആരാധിപ്പാൻ അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പുത്തനായി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളേറ്റവും റൈറ്റ് പ്ലേസിലാണ് വന്നിരിക്കുന്നത്. പെറുക്കുവാൻ ഇനി വേറൊരു വയലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇന്ന് പോൽക്കാലം കർത്താവ് നമ്മെ ഒരുമിച്ച് ആരാധനാലയത്തിൽ ചേർത്ത് കൊണ്ടുവന്നല്ലോ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ബേസിക്കലി അങ്കിൾ വിൽ ബി preaching in Malayalam, but I will try my level best to translate itself in English, but I am not quite sure about that. Forgive me. Amen. 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 അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം, അതിൻ്റെ 4-ാം വാക്യം. ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സ് 4. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എയ്ബൽ സ്റ്റിൽ സ്പീക്സ്. മരിച്ചതിന് ശേഷവും ഹാബേൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളൊരു മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ച അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മൾ സാധാരണയായി ഒരു മ്യൂസിയത്തിൽ പ്രവേശിച്ചാൽ ലോകത്തിന് വലിയ സംഭാവനകളൊക്കെ നൽകിയ ആളുകളുടെ ചിത്രങ്ങളും അവരുടെ എന്താണോ അവരുടെ കോൺട്രിബ്യൂഷൻ അതിനെക്കുറിച്ചുള്ളൊരു ലഘു വിവരവുമൊക്കെ
വിവരണവുമൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത് പോലെ ദൈവത്തിനു വേണ്ടി വിശ്വാസത്താൽ വൻ കാര്യങ്ങൾ ചെയ്ത ശ്രേഷ്ഠരായ ദൈവഭൃത്യന്മാരെക്കുറിച്ച്, ദൈവീയ ദാസന്മാരെക്കുറിച്ച്, ദാസിമാരെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ പറയുന്നത് ഹാബേലിനെ കുറിച്ചാണ്. അദ്ദേഹം വിശ്വാസത്താൽ കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, താന് നീതിമാൻ എന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു എന്ന് മാത്രമല്ല, മരിച്ച ശേഷവും ഹാബേൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഹാബേൽ സ്പീക്സ് സ്റ്റിൽ ഈവൻ ആഫ്റ്റർ ഹിസ് ഡെത്ത്? എന്താണ് മരിച്ച ശേഷവും ഈ ഹാബേൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എൻ്റെ ചിന്തയിൽ വന്ന ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഹാബേൽ നമ്മളോട് സംസാരിക്കുന്ന കാര്യം, നീ ഒരു സത്യാരാധനക്കാരനായി ഇരിക്കണമെങ്കിൽ അതിനൊരു വലിയ വില കൊടുത്തെങ്കിലേ മതിയാകൂ. സത്യാരാധനക്കാരനായി ഇരിക്കണമെങ്കിൽ അതിനൊരു വലിയ വെല്ലുവിളിയുണ്ട്. ഇഫ് യു ഹാവ് ടു ബി എ ട്രൂ വർഷിപ്പർ ഓഫ് ദ ലോർഡ്, then you will have to pay a price for it. അതിന് ഒരു വില കൊടുത്തെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. അത് ഹാബേലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വേദപുസ്തകത്തിൽ ആരാധന യഥാസ്ഥാനപ്പെടുത്തുവാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വില കൽപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം ഒന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. ആമേൻ. പട്ടണക്കാർ യോവാശിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം, അവൻ ബാലിൻ്റെ ബലിപീഠം ഇടിച്ച് വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ ഇസ്രായേൽ മക്കളാണ് വന്നിരിക്കുന്നത്. എന്താണ് അവരുടെ ആവശ്യം? എന്താണ് അവരുടെ ഡിമാൻഡ്? അവർ പറയുന്നത്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരണം, അവനെ കൊല്ലണം. എന്തിനു വേണ്ടിയാ? നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോകാം. ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ അവരെ മിദ്യാന്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ദൈവം തന്നെ അവരോട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ? നിങ്ങൾ ലോകത്തിലേക്കും എണ്ണത്തിൽ കൂടിയ ആളുകളായതുകൊണ്ടാണോ? അല്ല. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല എന്നുള്ള ആ തത്വത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വ പിതാവിനെ വിളിച്ചു വേർതിരിച്ചത്. അങ്ങനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിങ്ങളെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ ദൈവം അവരോട് പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ദേശത്തെ ജനത്തിന്റെ ജീവിത ശൈലി നീ തിരഞ്ഞെടുക്കുവാൻ പാടില്ല. ആ ദേശത്തെ സംസ്കാരത്തിലേക്ക് നീ ആഴ്ന്നിറങ്ങുവാൻ പാടില്ല എന്ന് മാത്രമല്ല, അന്യ ദൈവങ്ങളെ നീ ഒരിക്കലും ആരാധിക്കുവാൻ പാടില്ല. ഒരു സത്യ ഏക ദൈവം മാത്രമേ ഉള്ളൂ. അവനെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗമായിട്ടാണ് നിങ്ങളെ ഞാൻ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതെങ്കിൽ ഇപ്പോൾ ദേശം മുഴുവൻ എന്തായിരിക്കുന്നു? അശേര പ്രതിഷ്ഠകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു, ബാലിന്റെ ബലിപീഠങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അനിശ്ചിതമായ ഒരു സാഹചര്യത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ മുമ്പോട്ട് വരുന്നത്. അവൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇസ്രായേൽ മക്കളെ ഈ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവര് കൃഷി ചെയ്യുന്നു,
അവര് വിത്ത് വിതയ്ക്കുന്നു, അവര് വെള്ളം കോരുന്നു, അവരതിന്റെ ഇടകിളയ്ക്കുന്നു, ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു. വിളവ് വരുമ്പോൾ ശത്രു സകലതും നശിപ്പിച്ചു കളയുന്ന ഏറ്റവും ദരിദ്രമായ ഒരു സ്ഥിതിവിശേഷത്തിൽ ജനവിഭാഗങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ! എന്ന് മാത്രമല്ല, ഭയവിഹുലരായ ജനങ്ങൾ ഗഹ്വരങ്ങളിലും പാറയുടെ വിള്ളലുകളിലുമൊക്കെ മറഞ്ഞും ഒളിഞ്ഞും കഴിയുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നീ ആരുടെയും മുമ്പിൽ കുനിയേണ്ട ആവശ്യമില്ല, നീ ആരുടെയും മുമ്പിൽ മറയേണ്ട ആവശ്യമില്ല. നീ എവിടെ ഒളിച്ചാലും, നീ ഏതു സാമാനങ്ങൾക്കിടയിൽ ഒളിച്ചാലും നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു സർവശക്തൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, നമ്മുടെ അധരങ്ങൾ തുറക്കപ്പെട്ട് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നവരായി, അതിന്റെ മാധുര്യം ഏറ്റെടുത്തവരായി ഇന്ന് പകൽക്കാലം നമ്മൾ മടങ്ങിപ്പോകുവാൻ ദൈവകൃപയുടെ ഒരു വ്യാപാരം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ആരാധനാലയത്തിൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ! യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ! ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ! ആമേൻ. ഒരു ചെറുപ്പക്കാരൻ തീരുമാനിച്ചു, ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ അവകാശം ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ അഭിഷേകം. ഇവിടെ ഇന്ന് രാവിലെ നമ്മൾ കേട്ടല്ലോ, ദുഷ്ടൻ നമ്മുടെ അനുഗ്രഹങ്ങൾ തകർക്കുന്നവനാണ്, ദുഷ്ടൻ നമ്മുടെ ആരോഗ്യം തകർക്കുന്നവനാണ്, ദുഷ്ടൻ നമ്മുടെ ജീവനെ തകർക്കുന്നവനാണ്, അവൻ നമ്മുടെ ഭാവിയെ തകർക്കുന്നവനാണ്. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ തീരുമാനിച്ചു, ഞാൻ ഇനിയും ദുഷ്ടന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഹല്ലേലൂയ! ഒറ്റയാളിന്റെ തീരുമാനമാണ്. എൻ്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ 1,00,000 ആളുകളുടെ ആവശ്യമില്ല. അവന് പ്രവർത്തിക്കുവാൻ ഇന്നും എൻ്റെ കർത്താവ് മതിയായവനാകിയാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ! Glory to God. Hallelujah. അവൻ എന്ത് ചെയ്തു? അവനൊരു ചെറിയ കാര്യം ചെയ്തു. അവന്റെ ഗോതമ്പ് ഒരു മുന്തിരിച്ചക്കന് അരികിൽ കൊണ്ടുപോയിട്ട് അത് മെതിക്കുന്നു. എന്താ കാര്യം? ശത്രുവിനെ ഒന്ന് കബളിപ്പിക്കുന്നതിന് വേണ്ടി അവൻ ചെയ്ത ഒരു പദ്ധതിയാണത്. ആ സമയത്താണ് ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നിട്ട് അവനോട് പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. അവൻ ന്യായമായ ഒരു സംശയം ഉന്നയിച്ചു. യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദുർസ്ഥിതികളൊക്കെ ഉണ്ടാകുന്നത്? ആമേൻ. ഹല്ലേലൂയ! ഇപ്പോൾ ഗിദെയോന്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഗിദെയോന് പറയാൻ കഴിയുന്നത്, ഞങ്ങളുടെ അപ്പന്മാരുടെ കാലത്ത് ഒത്തിരി അതിശയം നടന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മിസ്രയീമിൽ രാജാവിന്റെ കൊട്ടാരത്തിലെ ചങ്ങല വിളക്കുകൾ പ്രകാശിക്കാതിരിക്കുമ്പോൾ പാവപ്പെട്ട ഇസ്രായേലിന്റെ കുടിലിൽ വെളിച്ചമുദിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല, രാജാവിന്റെ കൊട്ടാരത്തിലെ മൂത്ത മകൻ മരണത്തിനിരയായപ്പോൾ ഞങ്ങൾ പാട്ടുപാടി ഞങ്ങളുടെ പിതാക്കന്മാർ ഇറങ്ങിയത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ചെങ്കടൽ ഞങ്ങൾക്ക് വേണ്ടി വിഭാഗിക്കപ്പെട്ടത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശത്രുവും സൈന്യവും ചെങ്കടലിൽ തീർന്നു പോയത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മാറയെ മധുരമാക്കിയത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും നൽകി ഞങ്ങളുടെ പിതാക്കന്മാരെ കാത്തത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ! കാടയിറച്ചി കൊടുത്ത് അവരെ പോഷിപ്പിച്ചത് ഞങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, സ്വർഗീയമായ മന്ന കൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ പോഷിപ്പിക്കപ്പെട്ടത് ഞങ്ങൾ കേട്ടതാണ്. എന്നാൽ where is that miracle right now? ഇപ്പോൾ ആ അത്ഭുതം എവിടെയാണ്? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവിന്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, അവന്റെ അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല. നീ തീരുമാനത്തോടെ ഇന്ന് മുമ്പോട്ട് കടന്നു വരുന്നെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ആരാധനാലയത്തിലുണ്ട്. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ!
Glory to God. Hallelujah. ഈ സന്ദർഭത്തിൽ അവിടെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ആ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൂതൻ പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വിളിച്ച സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ നിൽക്കുന്നില്ല, സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ വേർപാടും വിശുദ്ധിയും പാലിക്കുന്നില്ല, ഉപദേശത്തിന്റെ ഓരോരോ കാറ്റിനാൽ ആടി ഉലഞ്ഞ് ഓടി നടക്കുന്ന രീതിയിലൊക്കെ ജനങ്ങളായി തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ അപ്പൻ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന അശേര പ്രതിഷ്ഠകളുണ്ട്, ബാലിന്റെ വിഗ്രഹങ്ങളുണ്ട്. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധ്യമല്ല. ഒന്നിനെ വിട്ട് മറ്റൊന്നിനോട് പറ്റിച്ചേരുമെന്നാണ് വേദപുസ്തകം പറയുന്നെങ്കിൽ, ഇതാ ഞാൻ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഗിദെയോന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്നൊരു കാര്യം ഇവിടെ പരാമർശിച്ചു. അപ്പോൾ അതൊന്ന് ആവർത്തിക്കുവാനുള്ള താല്പര്യം എനിക്കുമുണ്ട്. അദ്ദേഹം 2-3 പരീക്ഷണങ്ങൾ വയ്ക്കുന്നുണ്ട്. അതിലൊരു പരീക്ഷണം, താനൊരു തോല് തറയിലിട്ടു. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ തോല് മഞ്ഞുകൊണ്ട് നനയണം എന്നുള്ളതാണ്. അതുപോലെ സംഭവിച്ചു. അതുപോലെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഡിമാൻഡ്, ഞാൻ തോലിടും, പക്ഷെ തോലുണങ്ങിയിരിക്കണം, നിലം നനയണം. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ പെന്തിക്കോസ്ത് തോല് നനയുന്ന പെന്തിക്കോസ്താ. തോല് നനഞ്ഞതുകൊണ്ടായില്ല, നിന്റെ നിലം നനയണം. നിലം നനയുമ്പോൾ കണ്ടിട്ടില്ലാത്ത വലിയ ദൈവപ്രവൃത്തി, അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. നീതിമാൻ എങ്ങനെയാ? അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദുഷ്ടന്മാരെങ്ങനെയാ? അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. അവർ കുനിഞ്ഞു വീണുപോയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗിദെയോനോട് ദൂതൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, എന്തെങ്കിലും പ്രവൃത്തി അപ്പൻ്റെ കാലത്ത് നടക്കുന്നത് പോലെ കാണണം, വല്യപ്പന്മാരുടെ കാലത്ത് നടക്കുന്ന പോലെ കാണണമെങ്കിൽ അപ്പൻ്റെ രണ്ടാമത്തെ കാളയായിരിക്കുന്ന ഇളയ കാള, അതിന് 7 വയസ്സുണ്ട്. നീ ആ കാളയെ വെട്ടണമെന്ന് മാത്രമല്ല, വെട്ടിയേച്ച് നിന്റെ അപ്പൻ്റെ ആ ബലിപീഠങ്ങളെ നീ ഇടിച്ചു കളയുന്ന ആ തടിക്കഷണത്തിൻ്റെ അകത്ത് അതിനെ ഹോമയാഗമർപ്പിക്കണം. ആമേൻ, ഹല്ലേലൂയ. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദേശം മുഴുവൻ വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുക. ഗിദെയോന്റെ അപ്പനും ഈ വിഗ്രഹാരാധനയ്ക്ക് വിധേയനായി വീട്ടിൽ തന്നെ കുരിയാല പണിത് ആരാധിക്കുന്ന അധപ്പതനത്തിലേക്ക് പോയിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ദൈവാത്മാവ് ഇവനോട് പറഞ്ഞത് അവൻ അതുപോലെ ചെയ്തു. ദൈവാത്മാവ് എന്ത് പറയുന്നു? ആമേൻ, ഹല്ലേലൂയ. മനുഷ്യരുടെ ആലോചനയല്ല, അങ്ങനെയുള്ള ചിന്തകളല്ല. ദൈവാത്മാവ് എന്തു പറയുന്നു അതിനനുസരിച്ച് നീ പോയാൽ നീ ഒരൊറ്റ മനുഷ്യനെ പോലെ ഈ മിദ്യാന്യരെ പരാജയപ്പെടുത്തുമെന്ന് പറയുന്നത് മറ്റാരുമല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് പറയുന്നു. സർവശക്തൻ വിളിച്ചു പറയുന്നു, സെരുബ്ബാബേലിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയാകും. അതിന് കൃപ എന്ന് പറഞ്ഞ് ആണിക്കല്ല് കയറ്റുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ചില എരിഹോ മതിലുകൾ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജോലി സ്ഥലത്തെ മതിലുകൾ, കുടുംബജീവിതത്തിലെ മതിലുകൾ, തലമുറയുടെ വിടുതലിന്റെ മേലുള്ള മതിലുകൾ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഇവിടെ അടർന്നു വീഴുന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഗ്ലോറി
Glory to God. Hallelujah. Glory to God. 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 Hallelujah. Amen. പകലത് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഗിദെയോൻ രാത്രിയിൽ അത് ചെയ്തു. ആമേൻ. എന്തവനോട് ദൈവാത്മാവ് പറഞ്ഞോ അത് അതുപോലെ ഗിദെയോൻ ചെയ്തു. ആമേൻ. നേരം വെളുത്തപ്പോൾ ആളുകളെല്ലാം കൂടെ കൂടിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞോ, നമ്മുടെ അപ്പന്മാര് വിഗ്രഹാരാധികളായിരുന്നില്ല, അഥവാ അവരെപ്പോഴെങ്കിലും വിഗ്രഹത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. നമ്മളെ ഈ വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് ജോഷുവ കൊണ്ടുവന്ന് നമുക്കിതൊക്കെ വീതം വെച്ച് തന്നപ്പോൾ അദ്ദേഹത്തോട് നമ്മുടെ പിതാക്കന്മാരെടുത്തൊരു സത്യമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ അത് തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങൾ നിന്റെ നിയമം വിട്ട് മാറത്തില്ല എന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. കാലം കുറെ കഴിഞ്ഞപ്പോൾ വിഗ്രഹാരാധനയുടെ കേന്ദ്രമായി മാറി. എന്നാൽ ഗിദെയോൻ എന്നു പേരുള്ള ചെറുപ്പക്കാരനെങ്കിലും ആത്മാവ് വന്നു. അവനെങ്കിലും തൻ്റെ ഇടത്തോടെ അത് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് ആരെങ്കിലും ഒരാൾ പറഞ്ഞോ, മോനെ നീ ചെയ്തത് നല്ലതാണ്? പറഞ്ഞില്ല. എന്താ കാര്യമെന്നറിയാമോ? ആരാധന യഥാസ്ഥാനത്താകണമെങ്കിൽ നീ അതിനൊരു വില കൊടുത്തെങ്കിലേ മതിയാവുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. സത്യാരാധന, കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെങ്കിൽ അത് വെറുതെ പറഞ്ഞു വിടുന്നത് പോലെ സാധ്യമല്ല. അതിനൊരു വില കൊടുത്തെങ്കിലേ മതിയാകൂ. എന്നാൽ അതിന് വില കൊടുക്കുവാൻ ഒരാൾ മുമ്പോട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? നമുക്കറിയാവുന്ന ചരിത്രമാണെങ്കിലും വേഗതയിൽ ഞാനത് പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടുകൂടെ ഗിദെയോനോടൊപ്പം വലിയ ഒരാൾക്കൂട്ടം വന്നു. ഒന്നും രണ്ടും പേരല്ല, 30,000 പേര് വന്നു. ആമേൻ. ഇനിയത്തെ ദൂത് പാസ്റ്റർക്കുള്ള ദൂതാണ്. ആമേൻ. 30,000 പേര് വന്നപ്പോൾ സർവശക്തൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ആള് കൂടുതലാണ്. ഏതെങ്കിലും ഒരു പെന്തിക്കോസ് പാസ്റ്റർ പറയുമോ ആള് കൂടുതലാണ്? എത്ര ആള് കൂടുന്നോ അത്രയും സക്സസ് ആണെന്നാണ് നമ്മുടെ എല്ലാം ധാരണ. ഈ ആള് കൂടുമ്പോൾ സക്സസ് ആകുന്നതല്ല പെന്തിക്കോസ്ത്. ആമേൻ. അതുകൊണ്ട് ആള് വേണ്ടെന്നല്ല, ആൾബലം കണ്ട് ഭയപ്പെടണ്ട. ആൾബലം വിജയത്തിൻ്റെ അടയാളമായി കണക്കാക്കണ്ട. നക്കി കുടിക്കാൻ മനസ്സുള്ള 300 പേരുണ്ടെങ്കിൽ ഈ മിദ്യാന്യനെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയത്തക്കവണ്ണം, അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ഗിദെയോന്റെ മേൽ ആവശിച്ച അതേ ആത്മാവിന്റെ അതിരറ്റ ശക്തി. ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിൽ എത്ര പകർന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ചോദിക്കട്ടെ, നിന്നിലൊരു കൃപയുണ്ട്, നിന്നിലൊരു ശക്തിയുണ്ട്. അതെവിടെയാണ് കെട്ടുപോയത്? ഇന്ന് പകൽക്കാലം അത് വീണ്ടെടുക്കുന്ന, അത് ആളിക്കത്തുന്ന ആ ശക്തിയുടെ വ്യാപാരം നമ്മൾ തിരിച്ചറിയുന്ന ഒരു പകൽക്കാലമായി തീരുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം അവന്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങുന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. Glory to God. Hallelujah. ഹാബേൽ നമ്മളോട് ഇന്നും വിളിച്ചു പറയുക, നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യാഗം കഴിക്കണമെങ്കിൽ നീ അതിനൊരു വില കൊടുത്തെങ്കിലേ മതിയാകൂ. നമുക്ക് ഏലിയാവിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഏലിയാവിനോട് ചോദിച്ചു നോക്കിയാൽ ഏലിയാവ് ചെയ്തതൊക്കെയും, അതുപോലെ ഈ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്ന വിവരമൊക്കെ ആഹാബ് എന്ന് ഈസബേലിനോട് പറഞ്ഞു. ഈസബേലിനോട് പറഞ്ഞപ്പോൾ ഈസബേൽ ഒരു ദൂതനെ പറഞ്ഞയച്ചു ഏലിയാവിൻ്റെ അടുക്കൽ. എന്താ ഏലിയാവിൻ്റെ അടുക്കൽ ആ ദൂതൻ വന്ന് പറഞ്ഞത്? നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ തല, അല്ലെങ്കിൽ നീ കൊന്ന ബാലിൻ്റെ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ഞാൻ നിന്നെ ആക്കുന്നില്ലെങ്കിൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുമ്പോൾ ഏലിയാവ് ചെയ്ത തെറ്റെന്തുവാ?
ഏലിയാവ് എന്താ ചെയ്തത്? ഏലിയാവ് വിഗ്രഹാരാധന ചോദ്യം ചെയ്തു. ഏലിയാവ് ഭയം കൂടാതെ തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി നിന്നു. ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യുമ്പോൾ ദുഷ്ടന്റെ ആലോചനകളുമായി സാത്താൻ അവന്റെ ദൂതനെ പറഞ്ഞയക്കും. എന്നാൽ ഒരു കാര്യം നീ ഓർത്തോണം, മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിൽ മരണം കാത്തു നീ കിടക്കുമ്പോൾ ദൂതനെ കൊണ്ടുവന്ന് നിന്നെ തട്ടി ഉണർത്തി കനലിന്മേൽ ചുട്ട അട നിനക്ക് തന്നിട്ട് നിന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച്, എഴുന്നേൽക്ക് മനുഷ്യ, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് അതിശ്രേഷ്ഠമായ ശുശ്രൂഷകൾ ചെയ്യിക്കുന്ന ഒരു സർവശക്തനാണ് നിന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതെന്നുള്ളത് ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയം ഒന്ന് പിടഞ്ഞ് വികസിക്കട്ടെ. ദുഷ്ടന് തകർക്കാൻ കഴിയുന്നതല്ല നമ്മുടെ ആരാധന, ദുഷ്ടന് തകർക്കാൻ കഴിയുന്നതല്ല നമ്മുടെ നന്മ, ദുഷ്ടന് തകർക്കാൻ കഴിയുന്നതല്ല നമ്മുടെ ശുശ്രൂഷ, അസൂയക്കാരന് തകർക്കാൻ കഴിയുന്നതല്ല നമ്മുടെ ശുശ്രൂഷ. അവൻ നിന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സഭയിൽ അത് തകർക്കുവാൻ സാധ്യമല്ല. ആകയാൽ ഇന്ന് പകൽക്കാലം നീ എഴുന്നേൽക്ക്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഏലിയാവിന്റെ ഈസബേലിന്റെയും ആഹാബിന്റെയും ആലോചനയല്ല ഏലിയാവിന്റെ ജീവിതത്തിൽ നടന്നത്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് പറയാം, എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നിന്നെ ചേർത്തുകൊള്ളും. ഈസബേല് കൊല്ലുമെന്നാ പറഞ്ഞതെങ്കിൽ ദൈവം തീരുമാനിച്ചു കൊല്ലുന്നേയില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകലർക്കും നിയമിച്ചു. പക്ഷെ ഏലിയാവിന്റെ കാര്യത്തിൽ തീരുമാനിച്ചു അവനെ കൊല്ലുന്നില്ല, നേരെ സ്വർഗത്തിലേക്ക് എടുക്കത്തക്കവണ്ണമാണ് ദൈവത്തിൻ്റെ ആലോചന. നിന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ആലോചനയുണ്ട്. അവൻ്റെ കൈവെള്ളയിൽ വരയ്ക്കപ്പെട്ടവനാണ് നീയെങ്കിൽ ഇന്ന് പകൽക്കാലം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ അത് നിന്നെ മുക്കിക്കളയില്ല. അഗ്നിജ്വാലയ്ക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയാത്ത സർവശക്തന്റെ അതിരറ്റ ശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ്റെ സാന്നിധ്യമുണ്ട്. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതി മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനോട് ചോദിച്ചാൽ അവർക്ക് എന്താ പറയാനുള്ളത്? അവരെന്താ പറഞ്ഞത്? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഒരുപക്ഷെ വിടുവിക്കുന്നില്ലെന്നിരിക്കട്ടെ, വിടുവിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിന്റെ ഈ സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ആമേൻ. അപ്പൊ അതിനൊരു വലിയ വില അവർ കൊടുക്കേണ്ടി വന്നു. നമുക്കറിയാം, സാധാരണയിൽ കൂടുതലായിട്ട് അഗ്നിയുടെ ജ്വാല വർദ്ധിപ്പിക്കുന്നു, 7 ഇരട്ടിയായി. അവരെ പിടിച്ച് അതിലേക്ക് ഇടുന്നു. കൊണ്ടുപോകുന്നവർ പോലും വക്കത്തെത്തുന്നതിന് മുമ്പ് വെന്തു പോകുമ്പോൾ ഇവിടെ 3 പേരുടെ സ്ഥാനത്ത് 4മതൊരു, നിന്നോടൊപ്പം ഒരു 4മനുണ്ട്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അവര് കണ്ടില്ല ആ പാറ, നീ ആ പാറ കാണുന്നില്ല. ഇപ്പോൾക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, വീട്ടിൽ നീ ഏകനല്ല, ജോലിസ്ഥലത്ത് നീ ഏകനല്ല, ഉറങ്ങുമ്പോൾ നീ ഏകനല്ല. നിന്നോടൊപ്പം ഒരു 4മനുണ്ട്. അവൻ നിന്നെ കൈപിടിച്ചുയർത്തുന്നവനാകിയാൽ ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇനി നമുക്ക് പൗലോസിനോടൊന്ന് ചോദിക്കാം. ഞാൻ വാക്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം എത്രയോ പ്രാവശ്യം ഞാൻ ചകല സരിച്ച് ധാനാപതിയായി പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സുവിശേഷം, എല്ലായ്പ്പോഴും പലപ്പോഴും ചങ്ങലകളാൽ അദ്ദേഹം ബന്ധിതനായിരുന്നു. അപ്പോൾ ഇനിയും പൗലോസിൻ്റെ ജീവിതം നമ്മൾ ക്യുക്കായിട്ടൊന്ന് നോക്കിയാൽ, പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരായിരുന്നു? കൊലപാതകം നിശ്വസിച്ചുകൊണ്ട് നടന്ന ആള്. ആരെങ്കിലും ഒരാളിനെ തട്ടണമെങ്കിൽ തട്ടും, അവനെ തട്ടിയേക്കാനാണ് പറയുന്നത്. എൻ്റെ മതത്തിനും എൻ്റെ വിശ്വാസത്തിനും എൻ്റെ പാരമ്പര്യത്തിനും എതിരായിട്ട് ആര് വന്നാലും അതിനെ തച്ചുടയ്ക്കത്തക്കവണ്ണം. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഒരു വസ്ത്രം സൂക്ഷിച്ച് അതിന് അനുവാദം കൊടുത്ത് കൈയടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അന്ന് പൗലോസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നവുമില്ല. The moment he was saved, he had to pay a price. അവനെ എപ്പോൾ ഒരു ദൈവ പൈതലായി തീർന്നു, സത്യാരാധനയ്ക്ക് വേണ്ടി അവനൊരു വില കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സത്യാരാധനയ്ക്ക് വേണ്ടി നീ ഒരു വില കൊടുക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം
വീണ്ടും കാണുമെന്ന് തിരുവെഴുത്തിൽ കാണുന്നെങ്കിൽ ഈ വർത്തമാന കാലത്തൊരു വ്യത്യാസമുണ്ട്. അത് ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നിത്യതയുണ്ടെന്നുള്ളത് ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയും. ആമേൻ. ഹാബേൽ ഇന്നും സംസാരിക്കുന്നു. എന്താ സംസാരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നീ ആരാധനയ്ക്ക് അല്ലെങ്കിൽ ആ സത്യാരാധനയ്ക്ക് അതിൻ്റേതായ വെല്ലുവിളിയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ഹാബേലിൻ്റെ രക്തം സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദ ലിമിറ്റേഷൻ ഓഫ് ഹ്യൂമൻ ലവ്, മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ പരിമിതി. ആമേൻ. അതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഇന്ന് പകൽക്കാല ഹാബേലിന് ഒരു ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത് കേട്ടോ, സുമയുടെ ചേട്ടത്തിയാണെന്നുള്ളത്. ഓക്കെ, ഹാബേല് ഇന്ന് പകൽക്കാലം നമ്മുടെ ചർച്ചിൽ ഒരു സാക്ഷ്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന സാക്ഷി ഇങ്ങനെ ആയിരിക്കും: ഞാനും എൻ്റെ അച്ചാച്ചനും കൂടെ യാഗം കഴിക്കാൻ പോയി. എൻ്റെ കയ്യിൽ ഒരു ആട്ടിൻകുട്ടിയായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ കൃഷിയിടങ്ങളിൽ നിന്നുള്ള സാധനങ്ങളായിരുന്നു. അദ്ദേഹം യാഗമർപ്പിച്ചു. ദൈവം അതിൽ പ്രസാദിച്ചില്ല. എനിക്ക് അതിൻ്റെ അകത്തൊരു പങ്കുമില്ല. ഞാൻ രക്തച്ചൊരിച്ചിലോടുകൂടി ഒരു യാഗം നടത്തി. ദൈവം അതിൽ പ്രസാദിച്ചു. ദൈവം ആ പ്രസാദിച്ചപ്പോൾ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മുഖം കറുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, വാ മോനെ, നമുക്ക് വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടനെ വിശ്വസിച്ച് ഞങ്ങൾ വയലിൽ ചെന്നു. എൻ്റെ സ്വന്തം രക്തം എന്നെ കൊന്നു. മനുഷ്യ സ്നേഹത്തിൻ്റെ പരിമിതി. ഒരു വാക്യം നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. അതിൻ്റെ മുകളിൽ നമ്മുടെ കർത്താവ് പറയുന്ന 2-3 കാര്യമുണ്ട്. അത് വായിക്കേണ്ട, ഞാൻ പറയാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാളിൻ്റെ മകൻ നിങ്ങളുടെ അടുക്കൽ വന്ന് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? കൊടുക്കത്തില്ല. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? കൊടുക്കത്തില്ല. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? കൊടുക്കത്തില്ല. കുഞ്ഞുങ്ങൾ എന്ത് ചോദിക്കുന്നോ അതിനേക്കാൾ ബെറ്റർ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഇഷ്ടം, അല്ലേ? അവർ ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ളത്. അവരൊരു കുറവും അറിയരുതെന്നുള്ളതാണ് മാതാപിതാക്കളുടെയും പിതാക്കന്മാരുടെയും കുഞ്ഞുങ്ങളോടുള്ള ആഗ്രഹം, അല്ലേ? പക്ഷെ കർത്താവ് അവരെ എന്തുവാ വിളിച്ചത്? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ. ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളിനെ പോലും സ്വർഗം നോക്കുമ്പോൾ ദോഷിയാണ്. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിധിയെഴുത്തെന്താ? അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് എന്തു വലിയ മതിപ്പോടാണ് ജീവിക്കുന്നത്, അല്ലേ? നമ്മുടെ ഡിഗ്രി, നമ്മുടെ സ്ഥാനങ്ങൾ, നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ചെല്ലാമാണ്. പക്ഷേ സ്വർഗം നമ്മുടെ മനുഷ്യനെ നോക്കുമ്പോൾ എൻ്റെ ആത്മാവ് സദാകാലവും എവനിലൊന്നും ബാധിക്കത്തില്ല, എന്തൊക്കെ പറഞ്ഞാലും ജഡമല്ലേ. ആമേൻ. ജഡത്തിൻ്റെ സ്വാധീനം. സ്വാർത്ഥതയിലെത്തുമ്പോൾ സ്വന്തം സഹോദരനെ പോലും, ജോസഫിനോടൊന്ന് ചോദിച്ചാലോ? ജോസഫിനെ അപ്പൻ പറഞ്ഞു വിടുമ്പോൾ എന്തുത്സാഹത്തോടാണ് 17കാരൻ സഹോദരങ്ങളെ തേടിപ്പോകുന്നത്. ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടെ ഇല്ല, മറ്റൊരിടത്താണെന്ന് പറയുന്നു. തിരക്കി പിടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ദൂരവേ കണ്ടപ്പോഴേ അവർ പറഞ്ഞതെന്താ? ദൂരവേ കണ്ടപ്പോഴേ അവർ പറഞ്ഞത് വരുന്നുണ്ട്, തട്ടണം. ആരാ പറഞ്ഞത്? അയലത്തുകാരനല്ല, ശത്രു എന്ന് പറയുന്നവനല്ല, സ്വന്തം സഹോദരനാണെങ്കിൽ. ഹാബേൽ നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: മനുഷ്യ സ്നേഹത്തിൻ്റെ പരിമിതി.
ബാക്കി അതിനോട് ചേർന്നൊരു അല്പകാര്യമുണ്ട്, അത് ഞാൻ പിന്നാലെ പറയുന്നതായിരിക്കും. മൂന്നാമതായി, ഹാബേലിൻ്റെ രക്തം നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സിൻ ഈസ് ക്രൗച്ചിങ് അറ്റ് യുവർ ഡോർ. പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കേണ്ടതാകുന്നു. ആമേൻ. അപ്പോൾ ഹാബേലിൻ്റെ രക്തം ഇന്നും മാനവജാതിയോട് വിളിച്ചു പറയുന്നൊരു കാര്യം പാപം വാതിക്കൽ കിടക്കുന്നു എന്നുള്ളതാണ്. When we talk about sin, there are three kinds of sins: sensual sins, social sins, superstitious sins. പാപത്തെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് വരുന്ന പരാജയങ്ങളിൽ നിന്നുള്ളതാണ് ആ പാപമെന്ന് പറയും. സൂപ്പർസ്റ്റീഷ്യസ് ഉണ്ട്, അത് ഗിദെയോൻ്റെ കാലത്തെയൊക്കെ ഞാൻ പറഞ്ഞത്, അന്ധവിശ്വാസത്തിലേക്കൊക്കെ പോയി വിഗ്രഹാരാധനയിലൊക്കെ പോയി ചെയ്യുന്ന പാപങ്ങളാണ് അത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സെൻഷ്വൽ, നമ്മൾ ഈ സെക്ഷൽ സിൻസ് എന്നൊക്കെ പറയുന്ന ആ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പെന്തിക്കോസുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പാപം, ഈ സൂപ്പർസ്റ്റീഷ്യസ് സിൻസ് നമ്മുടെ ഭാഗത്ത് താരതമ്യേന കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് സെൻഷ്വൽ സിൻസും കുറവാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, കുറവാണ്. സോഷ്യൽ സിൻസാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോ വാക്കിൽ അത് വേഗതയിൽ പറഞ്ഞു വിടുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നന്മ ചെയ്യാത്തത് പാപമാണ്. ആമേൻ. നന്മ ചെയ്യുവാൻ നിനക്കറിയാം, അതിനർഹനായ ഒരാളുണ്ട് എന്ന് നിനക്കറിയാം, എന്നാൽ അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. മുഖപക്ഷം പാപമാണ്. ഇനി ഒരു വലിയ പാപമുണ്ട്, അതൊന്ന് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്കങ്ങ് പോകാം. അത് ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്ന പാപം. 1 തെസ്സലോനിയർ 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ആമേൻ. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. അപ്പം നോക്കൂ, ആരെങ്കിലും ഒരാൾ വിശ്വാസത്തിലേക്ക് ആനയിക്കപ്പെടുന്നതിന് നമ്മുടെ ജീവിതം തടസ്സമായാൽ അതൊരു പാപമാണ്. ദൈവം കണക്കിലെടുക്കുന്ന പാപമാണത്. അതെല്ലാം സോഷ്യൽ സിൻസിനകത്ത് വരുന്നതാണ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ബലഹീന മനസാക്ഷിയെ ആദരിക്കാതിരിക്കുന്നത് പാപമാണ്. എല്ലാ അധർമ്മവും അനീതിയും പാപമാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം പാപമാണ്. അപ്പോൾ ഹാബേൽ നമ്മളോട് പറയുന്നത് പാപം ദൂരെയെങ്ങുമല്ല ഉണ്ട്, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കേണ്ടതാകുന്നു. ആമേൻ. നാലാമതായി, ഹാബേലിൻ്റെ രക്തം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ദ ബ്രെവിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ക്ഷണികത. ജീവിതം വളരെ ക്ഷണികമായിട്ടുള്ള ഒന്നാണ്, അല്ലേ? നമുക്ക് ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ശ്വാസം മാത്രം, അല്ലേ? ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമത്രയാകുന്നു. 900 വർഷങ്ങൾക്കുപരി ജീവിച്ച 7 പേരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവരാരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലും ജീവിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? ബില്ലി ഗ്രഹാം വാസ് വൺസ് ആസ്ക്ഡ്, what is it that surprised him surprised the most in his life? And he said, the brevity of life. ജീവിതത്തിൻ്റെ ക്ഷണികത, അതാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം ക്ഷണികമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി നിത്യ തേജസ്സിൻ്റെ ഘനമായി മാറ്റപ്പെടുന്നു. നമ്മുടെ ഈ ലോക ജീവിതം ഏറ്റവും ക്ഷണികമായിട്ടുള്ളതാണ്. താൽക്കാലികമായ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത്. അബ്രഹാം പറഞ്ഞത് എന്തുവാ? ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയാണ്. വേദപുസ്തകം നമ്മളോട് പറയുന്നത് ഞങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്
ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഇതുകൊണ്ട് അസ്തമിക്കും എന്ന് വിചാരിക്കരുത്. ജീവിതത്തിലെ വെല്ലുവിളികളുടെ മുമ്പിൽ ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറയരുത്. ഇതിൻ്റെ അപ്പുറത്ത് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്താ കാര്യം? ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് മടങ്ങി വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണേണ്ടതാകൊണ്ട് നമ്മൾ അവനോട് സദൃശ്യന്മാരായി തീരുന്ന ഉയർപ്പിൻ്റെ ഒരു സുപ്രഭാതമുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ ജീവിതത്തിലെ നന്മകളല്ല. ജീവിതത്തിൽ നന്മകൾ ആവശ്യമാണ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അത് നമുക്കുള്ള വാഗ്ദത്തമാണ്. പക്ഷെ നമ്മുടെ കാണുമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവ് മടങ്ങി വരും. ഇന്ന് പകൽക്കാലം നമ്മുടെ മനസ്സാക്ഷി പറയട്ടെ, ഞാനിവിടെ അന്യനാണ്. എനിക്ക് എന്തൊക്കെ ന്യൂനതകളുണ്ടായാലും, എനിക്ക് എന്തൊക്കെ പരിമിതികളുണ്ടായാലും, ഞാൻ ആരാലൊക്കെ തിരസ്കരിക്കപ്പെട്ടാലും ഞാനിവിടെ പരദേശിയാണ്. എനിക്കൊരു നിത്യത എൻ്റെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന അതേ ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് മടങ്ങി വരും. ആ വിശ്വസിക്കുന്ന കരങ്ങളൊന്ന് ഉയരട്ടെ, ആ അധരങ്ങളൊന്ന് തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ! നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. ഒന്ന് രണ്ട് കാര്യങ്ങളോട് സൂചിപ്പിച്ച് നിങ്ങൾ അവസാനിപ്പിക്കുന്ന സമയമായി എന്ന് എനിക്കറിയാം. വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. മറ്റൊരു കാര്യം, ഹാബേലിൻ്റെ രക്തം നമ്മളോട് പറയുന്നത്, എ ബ്ലഡ് ദാറ്റ് സ്പീക്സ് ബെറ്റർ ദാൻ ദ ബ്ലഡ് ഓഫ് ഏബൽ. ദർ ഈസ് എ ബ്ലഡ്. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാഹ രക്തമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. അത് നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച ആ സ്നേഹമാണ്. എബ്രായ ലേഖനകാരൻ പറയുന്നത്, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൊടുങ്കാറ്റ്, കൂരിരുട്ട്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ കടന്നു വന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു ശബ്ദവും ഞങ്ങളോട് അരുളി ചെയ്യരുതേ എന്ന് അപേക്ഷിച്ചു, അല്ലേ? യാതൊരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കൊന്നുകളയണമെന്നുള്ള നിയമം മോശയ്ക്ക് പോലും അതികഠിനമായിരുന്നു. അങ്ങനെ ഒരു ശബ്ദമാണ് പഴയ നിയമ ശബ്ദമെങ്കിൽ, പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ആ പിന്നെ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ, ആമേൻ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് ആ രക്തത്തിൻ്റെ പ്രത്യേകത? ഞാൻ നിങ്ങളോട് മനുഷ്യൻ്റെ ക്ഷണികതയെക്കുറിച്ച് പറഞ്ഞല്ലോ, ജ്യേഷ്ഠൻ അനുജനെ കൊന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത? ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത കയീനെയും സ്നേഹിക്കുന്ന സ്നേഹമാണ്. കയീനെ ദൈവം സ്നേഹിക്കുന്നതിൽ നമുക്കെല്ലാം അതൃപ്തിയുണ്ടല്ലേ? കയീനെ ദൈവം സ്നേഹിച്ചല്ലോ, അതുകൊണ്ടല്ലേ അവനൊരു അടയാളം കൊടുത്ത് ആരും അവനെ തൊടാതെ വണ്ണം ദൈവം അവനെ സംരക്ഷിച്ചു, അല്ലേ? അപ്പോൾ പക്ഷെ നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മളെന്താ പറയുക? നമ്മുടെ നീതിബോധം എന്താ പറയുന്നത്? തീർച്ചയായിട്ടും രക്തം ചൊരിഞ്ഞ് അവൻ്റെ രക്തം ചൊരിയണം, അവനെ ദൈവം സ്നേഹിക്കരുതെന്നുള്ളത്, അല്ലേ? പക്ഷേ കയീനെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം നമ്മളെയും സ്നേഹിക്കുന്നത്. ആമേൻ. എന്താ കാരണം? നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കളായിരിക്കുമ്പോൾ, നമ്മൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, നമ്മൾ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, നമ്മൾ ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തമാണ് നമ്മൾ ഈ കൃപയ്ക്ക് കൂട്ടവകാശികളായി തീർന്നതെങ്കിൽ, നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? സാധ്യത കുറവാണ്. അങ്ങനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. യാക്കോബേ, നീ ഉദരം മുതൽ ചുമക്കപ്പെട്ടവനാണ്, നീ നിൻ്റെ ചെറിയ പ്രായം മുതൽ വഹിക്കപ്പെട്ടവനാണ്. നിൻ്റെ വാർദ്ധക്യകാലത്തും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത്
ഉപേക്ഷിക്കാത്ത ഒരു നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരുവനുണ്ടെന്ന് ഹാബേലിൻ്റെ രക്തം ഇന്നും വാക്കും ഭാഷണവും കൂടാതെ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Glory to God, glory to God, glory to God. Glory to God, glory to God, glory to God, glory to God. Glory to God, glory to God, glory to God. Hallelujah. Amen. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്ന് ഹാബേൽ നമ്മളോട് സംസാരിക്കുക. മാതാപിതാക്കളാൽ തിരസ്കരിക്കപ്പെടുന്ന മക്കളാൽ തിരസ്കരിക്കപ്പെടുന്ന മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാരൊക്കെ ചെറിയ കാര്യങ്ങൾക്കും കാരണം കൂടാതെയും ഒക്കെ പിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിത്യമായ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് ചങ്കിലെ ചോര തന്ന് നമ്മെ സ്നേഹിച്ചു എന്ന് ഹാബേൽ സംസാരിക്കുന്നു. ഹാബേലിൻ്റെ രക്തം ഇന്നും പ്രതികാരത്തിന് ദാഹിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മെ ചേർത്ത് കൊണ്ടുവന്നത് നമ്മുടെ കർത്താവിൻ്റെ രക്തമാണ്. ഹാബേൽ നമ്മളോട് പറയുന്നു, ഇന്നും രക്തം നിറഞ്ഞൊരു ഉറവയുണ്ട് പാപിക്കായി. ഹല്ലേലൂയ. അവസാനമായി അദ്ദേഹത്തിൻ്റെ രക്തം സംസാരിക്കുന്ന ഒരു കാര്യം, ഒരു വിശുദ്ധൻ്റെ സ്വാധീനം, ഇൻഫ്ലുവൻസ് ഓഫ് എ സെയിൻറ്റ്. ഒരു വിശുദ്ധൻ്റെ സ്വാധീനം എത്ര വലുതാണ്. നമ്മൾ സത്യത്തിന് വേണ്ടി നിന്ന്, സത്യാരാധനയ്ക്ക് വേണ്ടി നിന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നിന്നാൽ നമ്മെ തൂത്തുകളയുവാൻ ദുഷ്ടനായ പിശാച് ഏതൊക്കെ ആലോചനകൾ വരുത്തിയാലും നമ്മുടെ സ്വാധീനം നഷ്ടപ്പെടുത്തുവാൻ ദുഷ്ടപിശാചിന് സാധ്യമല്ല. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഒരു കടൽക്കിഴവൻ എന്ന് പറയുന്നൊരു കഥ, ആ ഒരു നോവലുണ്ട്. ആ നോവലിൻ്റെ അകത്ത് അതിൻ്റെ അവസാന വാചകമായിട്ട് എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യു ക്യാൻ ഡിസ്ട്രോയ് മീ ബട്ട് യു കനോട്ട് ഡിഫീറ്റ് മീ. പിശാചിന് പലപ്പോഴും നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരാം, പക്ഷെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. എന്താ കാര്യം? നമ്മുടെ കർത്താവ് വിജയിച്ചവനാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കരങ്ങളിൽ വഹിക്കപ്പെട്ടവരാണ് ഒരു ദൈവ പൈതൽ എന്നുള്ളതാണ് അത് നമ്മളോട് വിളിച്ചറിയിക്കുന്ന ഒരു കാര്യം. മത്തായി സുവിശേഷത്തിൽ നമ്മൾ പാപിനിയായ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അവൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്, ഈ ലോകമെല്ലാം ഉള്ള കാലത്തോളം എൻ്റെ നാമം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം നിൻ്റെ പേരും പരാമർശിക്കപ്പെടും. നമ്മളെ ഓർക്കുന്ന ഒരു കർത്താവ്, ഉള്ളംകരങ്ങളിൽ നമ്മളെ വഹിക്കുന്ന ഒരു കർത്താവ്. നല്ല പേർ സുഗന്ധ തൈലത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. വിശുദ്ധൻ്റെ ജീവിതം മരണശേഷവും സംസാരിച്ചു കൊണ്ടിരിക്കും. ഹാബേൽ ഇന്നും നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ. എനിക്ക് അവസരം നൽകി തന്ന ദൈവദാസനോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകജ്ഞാനോട്ടും തികച്ചു സ്വർഗേ വീരുദീനായി ലോകജ്ഞാന